കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇഗ്നു ഫോക്കസ് 6.0 ഇഗ്നു മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് BCA ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ വരുന്ന BCS 042 ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ പ്രീവിയസ് ഇയർ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. നമുക്ക് അതിന്റെ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെ ഉണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. അതിന്റെ 8ഓളം ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അത് അനലൈസ് ചെയ്ത് SLM യൂണിറ്റ്സ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ലേൺവൈസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗൈഡാണ് ഇത്. മാത്രമല്ല, ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്ത ലേണേഴ്സ് ആയിരുന്നാലും എല്ലാ പോർഷൻസും കവർ ചെയ്ത് റിവിഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള ലേണേഴ്സ് ആണെങ്കിലും 1 by 1 ആയിട്ട് ടോപ്പിക് കവറാക്കിക്കൊണ്ട് വരുന്ന ലേണേഴ്സ് ആണെങ്കിലും 3 കാറ്റഗറിക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. സോ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അറ്റ് ദ എൻഡില് ലേൺവൈസ് തന്നെ പ്രിപ്പയർ ചെയ്ത 2 പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഏതൊക്കെ ടോപ്പിക്സിലാണ് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ളത്. സോ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സെഷനിലോട്ടേക്ക് പോവാം. BCS 041 എന്നാണ് നമ്മുടെ പേപ്പറിന്റെ കോഡ് വരുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. PYQA അൾട്ടിമേറ്റ് അനാലിസിസ് ടേം ആൻഡ് എക്സാമിനേഷന് മാത്രമായിട്ട് തയ്യാറാക്കിയതാണ്. ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ബിഫോർ യു ബിഗിൻ നോക്കിയാൽ മതി, എൻറ്റയർലി ഫ്രം ഇഗ്നൂസ് ഒഫീഷ്യലി സ്റ്റഡി മെറ്റീരിയൽ SLMൽ നിന്നും 8 ടേം ആൻഡ് എക്സാമിനേഷൻ എവിടെ മുതൽ ജൂൺ 2022 മുതൽ ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വരെ നടന്ന എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തതാണ്. മാത്രമല്ല, ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത അസൈൻമെന്റ് ജൂലൈ 26 അസൈൻമെന്റിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് പഠിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ യൂണിറ്റ്സിന് ഏതൊക്കെ ബ്ലോക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവും. നമ്മൾ ഇതിൽ ഹൈ ഈൽഡ്, മീഡിയം ഈൽഡ്, ലോ ഈൽഡ് എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി ആക്കിയിട്ടാണ് ഓരോ ബ്ലോക്കിനെയും തിരിച്ചിട്ടുള്ളത്. അതിലെ ഓരോ യൂണിറ്റിനെയും കൊടുത്തിട്ടുള്ളത്. ഹൈ ഈൽഡ് എന്ന് പറയുമ്പോൾ 3 സ്റ്റാർ ആണ് വരിക. മീഡിയം ഈൽഡ് ആവുമ്പോൾ 2 സ്റ്റാർ, ലോ ഈൽഡ് ആവുമ്പോൾ 1 സ്റ്റാർ. ഒരു നല്ലൊരു മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് ഒരു ഫുൾ മാർക്കോ അല്ലെങ്കിൽ അതിലൊരു 5 മാർക്കൊക്കെ കുറവ് ആ ഒരു ലെവലിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ 3 കാറ്റഗറിയും തെറോ ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. എന്നാൽ ഇതുവരെ ബിഗിൻ ചെയ്യാത്ത ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലോട്ടേക്കാണ് പോവേണ്ടത്. ഈ ഒരു സെഷനിൽ തന്നെ വരുന്നൊരു പാർട്ടാണ്. അതിൽ നമ്മൾ ഫയർ സിമ്പൽ കൊടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കും ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അത് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. സോ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഹൗ ടു യൂസ് ദിസ് ഡെക്ക് എന്ന് പറയുന്നത് നമുക്ക് 3 പാത്വേസ് ആണുള്ളത്. അതാണ് പറഞ്ഞത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 48 hours സ്പ്രിന്റ് ആണ്. അതായത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. ഇതുവരെ തുടങ്ങാത്ത ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലോ, അവരെന്താ വേണ്ടത്? സ്റ്റാർട്ട് വിത്ത് സെക്ഷൻ 5. നേരെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അതിലോട്ടേക്ക് പോവുക. അവിടെ കൊടുത്ത ഫയർ ഐക്കണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി പാർട്ട് 2 എന്ന് പറയുന്നത് 2 week സ്ട്രാറ്റജി. 1 by 1 ആയിട്ട് ഇപ്പൊ ടോപ്പിക്സ് കവർ ആയിക്കൊണ്ടിരിക്കുന്ന ലേണേഴ്സ് ഉണ്ടായിരിക്കും. ഹൈ ഈൽഡ് സിലബസ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതിൽ സ്റ്റഡി ഓൾ 3 star യൂണിറ്റ്സ്. അത് ഏതൊക്കെ വരുന്നത്? 2, 3, 7, 9, 10, 14 and 16 എന്ന് പറഞ്ഞിട്ട് ഇത്രയും യൂണിറ്റ്സ് ആണ്
3 സ്റ്റാർ ഹൈ ഈൽഡ് ആയിട്ട് വരുന്നത്, അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി പാർട്ട് 3 എന്ന് പറയുന്നത് കംപ്ലീറ്റ് പോർഷൻസും കഴിഞ്ഞു, ഇപ്പോൾ റിവിഷൻ ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലേണേഴ്സ് ഉണ്ടായിരിക്കും. അവരെന്താണ് ചെയ്യേണ്ടത്? റീഡ് ദ SLM ഫ്രം ബ്ലോക്ക് 1 ത്രൂ ബ്ലോക്ക് 4. 1 മുതൽ 4 വരെ ബ്ലോക്സ് എന്ത് ചെയ്യുക? സീക്വൻഷ്യലി വൃത്തിക്ക് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോവുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. അടുത്തത് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. നമുക്കറിയാം 100 മാർക്കിലാണ് നമ്മുടെ പേപ്പർ വരുന്നത്. 3 hours ആണ് ഡ്യൂറേഷൻ. 3 hours മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ക്വസ്റ്റ്യൻ 1 ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. 8 സബ് പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക, ABCD എന്ന് പറഞ്ഞ ഫോമാറ്റിൽ. ആ 8ഉം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം, ടോട്ടൽ 40 മാർക്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ എയിൽ നിന്ന്, അതായത് ക്വസ്റ്റ്യൻ 1ൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം. 5 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുക. ഏർലിയർ പേപ്പേഴ്സ് യൂസ്ഡ് മിക്സഡ് മാർക്സ് ഫോമാറ്റ്. 6 മുതൽ 10 മാർക്സ് പെർ പാർട്ട്. ഓരോ സെക്ഷനും 6 മുതൽ 10 മാർക്ക് വരെ വരുന്ന രീതിക്കായിരുന്നു ഏർലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ 2ൽ വരുമ്പോഴേലും 2 to 5 എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻ എന്താണ് ക്യാരി 20 മാർക്സ് ഈച്ച്. ഓരോന്നിനും 20 മാർക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ക്വസ്റ്റ്യൻ 2ൽ മേ ബി 3 സബ് പാർട്ടായിരിക്കും. പിന്നെന്താണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ 3ൽ മേ ബി 2 സബ് പാർട്ടായിരിക്കും. ആ ഒരു ഫോമാറ്റാണ് ഉണ്ടാവുക. ടിപ്പിക്കലി സ്പ്ലിറ്റ് ഇൻ ടു 10 മാർക്സ് സബ് പാർട്ട്. കൂടുതലായിട്ടും 2 സബ് പാർട്ട് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഒന്നിന് 10 മാർക്ക്, മറ്റേതിന് 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 20 മാർക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സ്റ്റുഡൻസ് മസ്റ്റ് അറ്റംപ്റ്റ് എനി 3. ഈ 2 മുതൽ 5 വരെ ഉള്ളതിൽ ഏതെങ്കിലും 3 എണ്ണാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക. ടോട്ടൽ എത്ര വരും? 60 മാർക്ക് വരും അല്ലെ. അടുത്തത് സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. നമ്മുടെ നെറ്റ്വർക്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് അല്ലെ. എറർ ഡിറ്റക്ഷൻ മെക്കാനിസം ആണ്. പിന്നെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ഹാവ് അപ്പിയർഡ് ഇൻ 7 out of 8 സെഷൻസ്. ദിസ് ഈസ് ദ സിംഗിൾ മോസ്റ്റ് പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ ഇൻ ദ പേപ്പർ. CRCന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. എക്സാമിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് കൊടുക്കുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിംഗ് ഒരു 15% ആയിരിക്കും ഉണ്ടാവുക. ഷോർട്ട് നോട്ട് ആയിട്ട് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് ഒരു 15% ഉണ്ടായിരിക്കും. ലോങ് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത് തിയറി ബേസ്ഡ് ആയിട്ട് ഒരു 30% ഉണ്ടായിരിക്കും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ 1 കമ്പൽസറി, അതായത് ക്വസ്റ്റ്യൻ 1ൽ എന്തായിരിക്കും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ 40% വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഹൈ ഈൽഡ് സിലബസ് മാപ്പ് ആണ് പറയുന്നത്. ഹൈ ഈൽഡ് ആയിട്ട് നോക്കേണ്ട യൂണിറ്റ്സ് ഏതൊക്കെയാണ്, മീഡിയം ഈൽഡ് കിടക്കുന്ന ഏതൊക്കെയാണ്, ലോ ഈൽഡ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്. ഹൈ ഈൽഡ് 3 സ്റ്റാർ ആയിട്ടായിരിക്കും കൊടുക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അപ്പിയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. മീൻസ് ആ ഒരു യൂണിറ്റിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മീഡിയം ഈൽഡ് ആണെങ്കിൽ എന്താ ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർഡ് ആയിട്ടുണ്ടാവും. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും അധിക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ടായിരിക്കും. നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനാണെങ്കിൽ മീഡിയം ഈൽഡും നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. ഇനി ലോ ഈൽഡ് ആണെങ്കിലോ എപ്പോഴെങ്കിലും അപ്പിയർഡ് ആയിട്ട് വരുന്നതായിരിക്കും. എന്നാലും നമുക്കത് ഒഴിവാക്കാനുള്ള നിർവാഹമില്ല. നല്ലൊരു മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ഒരിക്കലും ആ ലോ ഈൽഡ് കാറ്റഗറി ഒഴിവാക്കാൻ പറ്റൂല. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്റ്റഡി ടൈം കൊടുക്കേണ്ടത്? 50% നമ്മൾ ഹൈ ഈൽഡിന് കൊടുക്കണം. ബിക്കോസ് അതാണ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വന്നിട്ടുള്ളത്. സോ അത് നല്ല പോലെ പഠിക്കണം. 30% മീഡിയം ഈൽഡിന് കൊടുക്കണം. മീഡിയം ഈൽഡിനെ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്ന 20% എന്ത് ചെയ്യണം? ലോ ഈൽഡും വർക്ക്ഔട്ട് ചെയ്യണം. ലോ ഈൽഡ് ചോദിക്കൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നോക്കാം, യൂണിറ്റ് വൈസ് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1ലുള്ള യൂണിറ്റ് 1 ബേസിക് ഓഫ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. ഡേറ്റ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതെന്താണ് 2 തവണയാണ് ചോദിച്ചിട്ടുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ട് പക്ഷെ ചോദിച്ചത് ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1 സ്റ്റാർ ലോ ഈൽഡ് ആണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ബ്ലോക്ക് 1ലെ രണ്ടാമത്തെ യൂണിറ്റ് മോഡുലേഷൻ ആൻഡ് എൻകോഡിംഗ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഡിസംബർ 2025 ആണ്. അതുകൊണ്ട് തന്നെ ഹൈ ഈൽഡ് ആണ്, 3 സ്റ്റാർ ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. യൂണിറ്റ് 3 മൾട്ടിപ്ലക്സിംഗ് ആൻഡ് സ്വിച്ചിങ് 7 തവണ ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഡിസംബർ 2025 ആണ്. സോ ഹൈ ഈൽഡ് ആണ്. ഇനി കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് അത് ഒറ്റ തവണയാണ് ചോദിച്ചത്. അതും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലാണുള്ളത്. ലോ ഈൽഡ് ആണ് അതുകൊണ്ട്.
നെറ്റ്വർക്ക് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടോപ്പോളജീസ് ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 2020 ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ലോ ഈൽഡ് കൊടുത്തിട്ടുണ്ട്. OSI ആൻഡ് TCP/IP മോഡൽസ് നമ്മുടെ നെറ്റ്വർക്ക് മോഡൽസ് ആണ്. 4 തവണയാണ് ചോദിച്ചത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ്. അതുകൊണ്ട് 2 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. മീഡിയം ഈൽഡ് ആണ്. ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ നമ്മുടെ OSI മോഡലിൽ വരുന്നതാണ്. അത് 8 തവണ ചോദിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. സോ ഹൈ ഈൽഡ് കൊടുത്തിട്ടുണ്ട്. ഇന്റർനെറ്റ് വർക്കിംഗ് ഡിവൈസസ് 5 തവണയാണ് ചോദിച്ചത്. അതുകൊണ്ട് മീഡിയം ഈൽഡ് 2 സ്റ്റാർ. നെറ്റ്വർക്ക് ലെയർ OSIയിലെ വേറൊരു ലെയർ ആണ്. 8 തവണ ചോദിച്ചിട്ടുണ്ട്. സോ 3 സ്റ്റാർ. ഹൈ ഈൽഡ് ആണ്. ഇനി ട്രാൻസ്പോർട്ട് ലെയർ, അതും വേറൊരു OSI മോഡലിൽ വരുന്ന ഒരു ലെയർ തന്നെയാണ്. അത് 8 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ ഈൽഡ് ആണ്. 3 സ്റ്റാർ. ആപ്ലിക്കേഷൻ ലെയർ 5 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ ഈൽഡ് ആണ്. നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടില്ല. സോ എന്താണ്? 0 ആണ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ലോ ഈൽഡ്. ബിൽഡിംഗ് എ സിമ്പിൾ നെറ്റ്വർക്കും ഇതുവരെ ചോദിച്ചിട്ടുള്ള 0 ആണ് ഫ്രീക്വൻസി. സോ എന്താണ്? ലോ ഈൽഡ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു നെറ്റ്വർക്ക് ആർക്കിടെക്ചർ 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ ഈൽഡ് ആണ്. വയർലെസ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം ഈൽഡ് ആണ്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി 8 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ ഈൽഡ് ആണ്. ഇങ്ങനെയാണ് യൂണിറ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ ഈ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ, ബിൽഡിംഗ് എ സിമ്പിൾ നെറ്റ്വർക്ക്, പിന്നെ 1 സ്റ്റാർ വരുന്ന യൂണിറ്റ്സ് കുറച്ചൊന്ന് കമ്മിയായിട്ട് നോക്കിയാലും വലിയ കുഴപ്പം വരുന്നുണ്ടായിരിക്കൂല. ഇനി അതിന്റെ തന്നെ ഈ എന്താണ് ഈ ഹൈ ഈൽഡ്, ലോ ഈൽഡ്, മീഡിയം ഈൽഡിന്റെ തന്നെ ഒരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തത്. ഇതിലിങ്ങനെ ഡാർക്ക് റെഡ് അഥവാ ഓറഞ്ച് കളറിൽ കിടക്കുന്നത് ഹൈ ഈൽഡ് വരുന്ന യൂണിറ്റ്സ് ആണ്. ഈ യെല്ലോ കളറിൽ കിടക്കുന്ന മീഡിയം ഈൽഡ് ആണ്. പിന്നെ വരുന്ന ഈ ഒരു ലൈറ്റ് ബ്ലൂ ഗ്രീനിൽ കിടക്കുന്നത് എന്താണ്? നമ്മുടെ ലോ ഈൽഡിൽ വരുന്ന യൂണിറ്റ്സ് ആണ്. ഇനി അതിന്റെ തന്നെ എന്താണ് ബാർ ചാർട്ട് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തത്. ഡിസ്റ്റൻസ് വെക്ടർ ആൻഡ് റൂട്ടിംഗ് കൗണ്ട് ടു ഇൻഫിനിറ്റി 7 തവണ ചോദിച്ചിട്ടുണ്ട്. CRC സൈക്ലിക് റിഡൻഡൻസി ചെക്ക് ഒഴിവാക്കാനേ പാടില്ല. 7 തവണ ചോദിച്ചിട്ടുണ്ട്. മോഡുലേഷൻ ടെക്നിക്സ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. IP അഡ്രസ്സിങ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. ARP RARP വർക്കിംഗ് നമ്മുടെ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾസ് ഉണ്ടല്ലോ, അത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലോട്ടേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ലേണേഴ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ കേട്ടോ. ഇതിൽ ഈ ഒരു ഫാർ സിമ്പിൾ വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ തവണയും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതില് 6 എണ്ണവും എന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ള 4 എണ്ണവും നമുക്ക് എന്താണ് ഫാർ സിമ്പിൾ ആണ് വന്നിട്ടുള്ളത്. സോ എല്ലാം ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എക്സ്പ്ലെയിൻ CRC എന്താണെന്ന് അറിയാലോ? സൈക്ലിക് റിഡൻഡൻസി ചെക്ക് ആണ് അല്ലെ, എറർ ഡിറ്റക്ഷൻ ടെക്നിക് ആണ്. സെൻഡർ എന്ത് ചെയ്യും? നമ്മുടെ ഡേറ്റ ബിറ്റ്സിനെ ഒരു പോളിനോമിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ അതിനെ ഒരു പ്രീഡിഫൈൻഡ് ജനറേറ്റർ പോളിനോമിയൽ ഉണ്ടായിരിക്കുമല്ലോ, അത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും അല്ലെ. ഇത് റിമൈൻഡർ ആയിട്ട് വരുന്ന CRC ബിറ്റ്സ് എന്ത് ചെയ്യും? അപ്പൻഡ് ചെയ്തു കൊടുക്കും അല്ലെ, ട്രാൻസ്മിഷന് മുന്നേ ആയിട്ട്. അതാണ് CRC. അതിൽ ഗിവൺ എ ഡേറ്റ പോളിനോമിയൽ ആൻഡ് ജനറേറ്റർ പോളിനോമിയൽ, ഫൈൻഡ് ദ CRC ആൻഡ് ട്രാൻസ്മിറ്റഡ് ഫ്രെയിം. നിങ്ങൾക്ക് തന്നെ കൈ നിട്ടിട്ട് എക്സാമ്പിൾ ഇട്ടിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഓരോ സ്റ്റെപ്സും ഡിഫൈൻ ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് എന്താ? എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ARP വിത്ത് ഡയഗ്രാം. ഹൗ ഡസ് ARP ഡിഫർ ഫ്രം RARP? ARP മീൻസ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ അല്ലെ. എന്താ ചെയ്യുന്ന? IP അഡ്രസ് കിട്ടിയാൽ അതിനെ മാക്കിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. RARP എന്താ? റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. മാക്കിനെ എന്ത് ചെയ്യും? IP-ലോട്ടേക്ക് കൺവേർട്ട് ചെയ്യും അല്ലെ. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഡയഗ്രാം വെച്ചിട്ട് പറയണം. ഇനി ഹൗ ഡസ് പ്യൂർ അലോഹ ഡിഫർ ഫ്രം സ്ലോട്ടഡ് അലോഹ? Show that maximum throughput of pure aloha is 0.184. അപ്പൊ നമുക്കറിയാം അല്ലെ എന്താണ് പ്യുവർ അലോഹ എന്ന് പറയുന്നത് ഒരു റാൻഡം ആക്സസ് പ്രോട്ടോകോൾ ആണ്. എന്തിനാ ചെയ്യുന്നത്? പ്യുവർ അലോഹയില് സെന്ററിന്റെ കയ്യിൽ എപ്പോഴാണോ ഡേറ്റ ഉള്ളത് ആ സമയത്ത് അതങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെ. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താണ്? കൊളീഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സ്ലോട്ടഡ് അലോഹയിൽ വരുമ്പോൾ ഓരോന്നിനും ഇത്ര നമ്മളൊരു ഡ്യൂറേഷൻ കൊടുക്കുന്നുണ്ടാവും. ആ ടൈമിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ സെന്ററിന് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഡേറ്റ. പിന്നെ 0.184 ആണ് എന്ത് ത്രൂപുട്ട്, മാക്സിമം ത്രൂപുട്ട് എന്ന് തെളിയിക്കും. നമുക്കറിയാം അതിനൊരു ഇക്വേഷൻ ഉണ്ട്. S is equal to GE⁻⁻2G എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ. സക്സസ്ഫുൾ ട്രാൻസ്മിഷനും ടോട്ടൽ ട്രാൻസ്മിഷനും ഒക്കെ എടുത്തിട്ട് അത് വെച്ചിട്ട് തെളിയിക്കുക. അടുത്തത് എക്സ്പ്ലെയിൻ ഗോ ബാക്ക് ആൻഡ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ.
വിത്ത് എക്സാമ്പിൾ ആൻഡ് ഡയഗ്രാം കമ്പയർ വിത്ത് സെലക്റ്റീവ് റിപ്പീറ്റ്. ഗോ ബാക്ക് എന്നാണ് സെൻഡർ ക്യാൻ ട്രാൻസ്മിറ്റ് മൾട്ടിപ്പിൾ ഫ്രെയിംസ് അല്ലെ ബിഫോർ റിസീവിങ് അക്നോളജ്മെന്റ്. നമ്മുടെ എന്താണ് റിസീവറിന്റെ അടുക്കുന്ന അക്നോളജ്മെന്റ് കിട്ടുന്നതിന് മുന്നേ മൾട്ടിപ്പിൾ ഫ്രെയിംസ് സെൻഡർക്ക് എന്താണ് സെൻഡ് ചെയ്യാൻ പറ്റും. അത് ഏതെങ്കിലും ഫ്രെയിം ലോസ്റ്റ് ആയാൽ എന്താ ചെയ്യുക, അതിനുശേഷം വരുന്ന ബാക്കിയുള്ള ഫ്രെയിംസ് എല്ലാം ഡിസ്കാർഡ് ചെയ്തിട്ട് വീണ്ടും എവിടെ നിന്നാണോ ലോസ്റ്റ് ആയത് അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ അയക്കാൻ നിൽക്കും അല്ലെ. അതല്ലേ ഗോ ബാക്ക് തന്നെ. സെലക്റ്റീവ് റിപ്പീറ്റിൽ എന്താ ചെയ്യുക, ഏതാണ് മിസ്സായത് അല്ലെ ഏത് ഫ്രെയിമാണോ എറർ വന്നത് അത് മാത്രം എന്ത് ചെയ്യും, വീണ്ടും തിരിച്ചയക്കും അല്ലെ. അങ്ങനെയല്ലേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അത് എഴുതുക. ഇനി അടുത്തത് നെറ്റ്വർക്ക് ലെയറിന് ചോദിച്ചതാണ് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗരിതം, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ് വാട്ട് ഈസ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം വിത്ത് എക്സാമ്പിൾ. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് DVR എന്താണ്, ഇസ് എ റൂട്ടിംഗ് മെത്തേഡ് അല്ലെ ഇൻ വിച്ച് ഈച്ച് റൂട്ടർ എന്താണ് മെയിൻറ്റെയിൻസ് എ ടാബിൾ, ഒരു ടാബിള് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ എന്തൊക്കെ ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് ഉണ്ടാവും, ഡിസ്റ്റൻസ് ഉണ്ടാവും, നെക്സ്റ്റ് ഹോപ്പ് റൂട്ടർ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. റൂട്ടർ എന്താണ് അവരുടെ ടാബിൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബെൽമാൻ ഫോർഡ് അൽഗരിതം യൂസ് ചെയ്തിട്ടാണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ. പിന്നെ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്താണ്, റൂട്ടർ ഇങ്ങനെ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും അൺഅവൈലബിൾ ആയിട്ട് എന്താണ് കണ്ടിന്യൂസ്ലി അതിന്റെ ആ ഒരു റൂട്ടിംഗ് ടാബിൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും, അതൊരു ഇൻഫിനിറ്റ് ടൈംസിലോട്ടേക്ക് പോകും. അതാണല്ലോ പ്രോബ്ലം, അത് ഡിഫൈൻ ചെയ്യുക. ഇനി വാട്ട് ഈസ് ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് ആണ് വരുന്നത്. How does classful addressing decrease table size? Given a network address, find class, block and range. ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു IPv4 അഡ്രസ്സിംഗ് സ്കീം ആണ് അല്ലെ. IP അഡ്രസ്സസ് ഡിഫറെന്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും, ABCDE എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ അല്ലെ. അങ്ങനെയല്ലേ ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് എന്താണ് നമ്മൾ അതിൽ നിന്ന് ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതാണ് ക്ലാസ് എന്ന് ഡിറ്റർമൈൻ ചെയ്യും, ദെൻ ബ്ലോക്ക് ഡിറ്റർമൈൻ ചെയ്യും, ദെൻ റേഞ്ച് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. റൈറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർക്കിംഗ് ഓഫ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾ കമ്പയർ വിത്ത് ഡിസ്റ്റൻസ് റൂട്ടിംഗ് ആണ്. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾ എന്താണ്, ഒരു മെത്തേഡ് ആണ് അല്ലെ. എന്താ ചെയ്യുക, ഈച്ച് റൂട്ടർക്ക് ഒരു കംപ്ലീറ്റ് മാപ്പ് ഉണ്ടായിരിക്കും അതിന്റെ നെറ്റ്വർക്കിനെ പറ്റിയിട്ട്. മാത്രമല്ല ഇൻഡിപെൻഡന്റ്ലി ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് ഏതാന്ന് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നുണ്ടാവും. ഡിസ്റ്റൻസ് വെക്ടറിലാണെങ്കിലോ ഓൺലി നെയ്ബറിംഗ് നോഡിന്റെ ഇൻഫോർമേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, പീരിയോഡിക്കലി എന്താണ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് റൂട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണല്ലേ, സ്ലോവർ ആണ്. സിമ്പിൾ ആണെങ്കിൽ പോലും സ്ലോവർ ആണ് സാധനം. ഇനി അടുത്തത് എന്താണ്, വാട്ട് ഈസ് ICMP, ക്ലാസിഫൈ ICMP മെസ്സേജസ്. വാട്ട് ഈസ് IGMP, ഡിഫറൻഷിയേറ്റ് ICMP ആൻഡ് IGMP. അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ICMP എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ആണ്. നമ്മുടെ എന്താണ് നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. IP നെറ്റ്വർക്ക്സിൽ വരുന്ന എറേഴ്സ് റിപ്പോർട്ട് ചെയ്യാനും നെറ്റ്വർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാറ്റസ് കൈമാറാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. രണ്ട് ടൈപ്പ് മെസ്സേജ് വരുന്നുണ്ട്, എറർ റിപ്പോർട്ടിംഗ് മെസ്സേജ് ഉണ്ട്, കൊറി മെസ്സേജസ് ഉണ്ട് അല്ലെ. IGMP എന്താണ്, ഇന്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ് അല്ലെ. മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, നമുക്കറിയാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയറിലെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ 3-way ഹാൻഡ് ഷേക്കിംഗ് ഇൻ TCP. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ടെർമിനേഷൻ. 3-way ഹാൻഡ് ഷേക്കിംഗ് അറിയാലോ. ഫസ്റ്റ് എന്ത് ചെയ്യും, സെൻഡർ ഒരു സിംഗ്രണൈസേഷൻ ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ, ഒരു പാക്കറ്റ് ക്ലയന്റിനോട്ടേക്ക്. ഫസ്റ്റ് ക്ലയന്റ് എന്ത് ചെയ്യും, ഒരു സിംഗ്രണൈസേഷൻ പാക്കറ്റ് സെർവറിനോട്ടേക്ക് സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ സെർവർ എന്ത് ചെയ്യും, ഒരു സിംഗ്രണൈസേഷനും അക്നോളജ്മെന്റ് പാക്കറ്റും തിരിച്ചയക്കുന്നുണ്ടായിരിക്കും അല്ലെ. പിന്നെന്താണ്, വീണ്ടും ക്ലയന്റ് എന്ത് ചെയ്യും, ഒരു അക്നോളജ്മെന്റ് പാക്കറ്റ് നേരെ സെർവർക്ക് അയക്കുന്നുണ്ടായിരിക്കും അല്ലെ. അങ്ങനെയല്ലേ 3-way ഹാൻഡ് ഷേക്കിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അടുത്തത് വാട്ട് ഈസ് സില്ലി വിൻഡോ സിൻഡ്രോം, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. വാട്ട് ആർ പ്രപ്പോസ്ഡ് സൊല്യൂഷൻസ്. എന്താണ് സില്ലി വിൻഡോ സിൻഡ്രോം എന്ന് പറയുന്നത്, TCP വരുന്ന പ്രോബ്ലം ആണ്. അതെന്ത് ചെയ്യും, ഒരു ചെറിയ
എമൗണ്ട് ഓഫ് ഡേറ്റ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. റിസൾട്ട് ചെയ്യുന്ന എന്താണ്, നെറ്റ്വർക്കിന്റെ എഫിഷ്യൻസി ഭയങ്കര പുവർ ആണെന്നാണ്. അത് ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ് എന്താണ്, നാഗിൽസ് അൽഗോരിതം സെർവർ സൈഡിൽ യൂസ് ചെയ്യും, അതായത് സെന്റർ സൈഡിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ക്ലാർക്ക് സൊല്യൂഷൻ റിസീവർ സൈഡിലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അടുത്തത് എക്സ്പ്ലെയിൻ TCP കൺജഷൻ കൺട്രോൾ, സ്ലോ സ്റ്റാർട്ട്, കൺജഷൻ അവോയ്ഡൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഡിക്രീസ്. TCP കൺജഷൻ കൺട്രോൾ എന്താണ്, നെറ്റ്വർക്കിന്റെ കൺജഷൻ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയുടെ റേറ്റ് കുറച്ചുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, നെറ്റ്വർക്ക് കൺജഷൻ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിൽ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. അടുത്തത് ഡിഫൈൻ ക്വാളിറ്റി ഓഫ് സർവീസ് ആണ്. എക്സ്പ്ലെയിൻ ടെക്നിക്സ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് സർവീസ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻ. ക്വാളിറ്റി ഓഫ് സർവീസ് എന്താണ്, നെറ്റ്വർക്ക് റിസോഴ്സസ് മാനേജ് ചെയ്യുക, എന്തിനേയും പെർഫോമൻസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാഫിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നെറ്റ്വർക്കിന്റെ റിസോഴ്സസ് മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്വാളിറ്റി ഓഫ് സർവീസ് നമുക്കറിയാം. അതിന് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. അടുത്തത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റിന്. എക്സ്പ്ലെയിൻ MD5 അൽഗോരിതം, റൈറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ ജനറേറ്റിംഗ് 128 ബിറ്റ് MD5 ഡൈജസ്റ്റ് ആണ്. MD5 എന്താണ്, ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് അൽഗോരിതമാണ് അല്ലെ. എന്താ അത് ചെയ്യുന്നത്, ഒരു ഇൻപുട്ട് മെസ്സേജ്, എനി ലെങ്തിലുള്ള ഒരു ഇൻപുട്ട് മെസ്സേജ് എടുത്തിട്ട് അതിനെ 120 ബിറ്റ് മെസ്സേജ് ഡൈജസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെ. അതിന്റെ അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെന്താണ് പറയുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അതിന്റെ പ്രോസസ് എന്താണെന്നുള്ളത് കൊടുക്കുക. അടുത്തത് എക്സ്പ്ലെയിൻ RSA അൽഗോരിതമാണ്. RSA അറിയാലോ, അതും ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ വരുന്ന അൽഗോരിതമാണ്. ഗിവൺ 2 പ്രൈംസ് P ആൻഡ് Q, കാൽക്കുലേറ്റ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീ. അങ്ങനെയാണല്ലോ RSAയിൽ ചെയ്യുക. 2 പ്രൈം നമ്പേഴ്സ് എടുക്കും, ദെൻ അതിൽ പെർഫോം ചെയ്തിട്ട് നമ്മൾ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും സർട്ടൻ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. പബ്ലിക് കീ എന്തിനാ യൂസ് ചെയ്യുക, എൻക്രിപ്ഷനും പ്രൈവറ്റ് കീ ഡിക്രിപ്ഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, നമുക്കറിയാം. ഇനി എന്താണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിമെട്രിക് ആൻഡ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി ആണ്. സിമെട്രിക്കിലോട്ടേക്ക് വരുമ്പോഴെന്താണ്, സെയിം കീ, നമ്മുടെ എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും സെയിം കീ ആണ് യൂസ് ചെയ്യുക. DS ഒരു ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അതിനൊരു എക്സാമ്പിൾ ആണ് അല്ലെ. ഇനി അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ആണെങ്കിൽ എന്താ പറയാ, പബ്ലിക് കീ എൻക്രിപ്ഷനും പ്രൈവറ്റ് കീ ഡിക്രിപ്ഷനും ഡിഫറെന്റ് കീസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അടുത്തത് എന്താണ്, വാട്ട് ഈസ് ബ്ലോക്ക് സിഫർ, വാട്ട് ഈസ് എ സ്ട്രീം സിഫർ. കമ്പയർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. രണ്ടും എന്താണ്, സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ആണ് അല്ലെ, സെയിം കീ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ DS വരുന്നുണ്ടല്ലോ. ബ്ലോക്ക് സിഫർ എന്താ ചെയ്യുക, ഡേറ്റനെ ഫിക്സഡ് സൈസ് ബ്ലോക്ക് ആക്കിയിട്ടായിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സ്ട്രീം സിഫർ എന്താ ചെയ്യുന്നുണ്ടാവുക, 1 ബിറ്റ് പെർ ടൈം അല്ലെങ്കിൽ എന്താണ് 1 ബൈറ്റ് അറ്റ് എ ടൈം ആയിട്ടായിരിക്കും എൻക്രിപ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അടുത്തത് ചോദിച്ചിട്ടുള്ളത് മൾട്ടിപ്ലക്സിംഗ് ആൻഡ് സ്വിച്ചിങ്ങിൽ നിന്നാണ്. എക്സ്പ്ലെയിൻ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, TDM, ഡിസ്കസ് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. TDM എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്പിൾ സിഗ്നൽസ് അല്ലെ, ഷെയർ ദ സെയിം കമ്മ്യൂണിക്കേഷൻ ചാനൽ ബൈ ഡിവൈഡിങ് ദ ഇൻടു ഫിക്സഡ് സ്ലോട്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ സിഗ്നൽസ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ തന്നെ അസിൻക്രണസ് TDM ഉണ്ട്, സിൻക്രണസ് TDM ഉണ്ട് എന്ന് നമുക്കറിയാം. അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും ലിസ്റ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സർക്യൂട്ട് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ് ആണ്. ഗിവ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ബോത്ത്. ബോത്ത് ആർ എന്തിനാ യൂസ് ചെയ്യുന്നത്, ഡേറ്റ ട്രാൻസ്ഫർ അക്രോസ് നെറ്റ്വർക്ക് ആണ് അല്ലെ. സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ എന്താണ്, സെൻഡറും റിസീവറും തമ്മിലുള്ള ഒരു പാത്ത് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. പാക്കറ്റ് സ്വിച്ചിങ്ങിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഡേറ്റയെ സ്മോൾ പാക്കറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും അല്ലെ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. എക്സ്പ്ലെയിൻ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, FDM. ഗിവ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. എന്താ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ സിഗ്നൽസ് സൈമൾട്ടേനിയസ്ലി ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഓരോ സിഗ്നലിനും ഒരു ഡിഫറെന്റ് ഫ്രീക്വൻസി ബാൻഡ് അസൈൻ ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അതാണല്ലോ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു നെറ്റ്വർക്ക് ആർക്കിടെക്ചർ എന്ന് വന്നത്. എക്സ്പ്ലെയിൻ X.25 ആർക്കിടെക്ചർ വിത്ത് ഡയഗ്രാം. ഹൗ ഡസ് ഫ്രെയിം റിലേ ഡിഫർ. ഗിവ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രെയിം റിലേ ഓവർ X.25 ആണ്. X.25 എന്താ, റിലയബിൾ,
ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. നോയ്സി ആയിട്ടുള്ള അൺറിലയബിൾ ടെലിഫോൺ നെറ്റ്വർക്കിലൂടെ റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന 3 ലെയർ ആർക്കിടെക്ചർ ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ IPv4 ആൻഡ് IPv6 ആണ്. ഡിസ്കസ് ദ നീഡ് ഫോർ IPv6, ക്ലാസിഫൈ ഗിവൺ IPv4 അഡ്രസ്സസ്. എന്താ പറയുന്നത്, IPv4ഉം IPv6ഉം തമ്മിൽ എന്താ, IPv4 32 ബിറ്റ് ആണ് അല്ലെ വരുന്നത്. എന്നാൽ IPv6 132 ബിറ്റ് ആണ്. IPv4 ഡെസിമൽ നൊട്ടേഷൻ ആണെങ്കിൽ IPv6 എന്താ ഹെക്സാ ഡെസിമൽ ആണ്. IPv4ന്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് IPv6 ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളത്. അടുത്തത് എക്സ്പ്ലെയിൻ ATM നെറ്റ്വർക്ക്സ് ആണ്. വാട്ട് ആർ ATM സർവീസസ്, ക്ലാസസ് ആൻഡ് ഫീച്ചേഴ്സ്. ATM മീൻസ് എന്താ, അസിൻക്രണസ് ട്രാൻസ്ഫർ മോഡ് ആണ് അല്ലെ. ഡിസൈൻ ടു എന്താ ക്യാരി വോയിസ്, വീഡിയോസ്, ഡാറ്റ ഒരു സിംഗിൾ ഇന്റഗ്രേറ്റഡ് നെറ്റ്വർക്കിലൂടെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി എന്താണ് ബേസിക് ഓഫ് ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് കമ്പയർ ഡിജിറ്റൽ ആൻഡ് അനലോഗ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. വിച്ച് ടൈപ്പ് ഈസ് ബെറ്റർ ഫോർ കമ്പ്യൂട്ടേഴ്സ്, ജസ്റ്റിഫൈ. ഒബ്വിയസ്ലി ഡിജിറ്റൽ ആയിരിക്കും കമ്പ്യൂട്ടേഴ്സിന് ബെറ്റർ ആയിട്ടുണ്ടാവും അല്ലെ, ബിക്കോസ് കമ്പ്യൂട്ടർ എല്ലാം ഡിജിറ്റൽ ആയിട്ടുള്ള സംഭവമാണ്. അനലോഗ് ആണെങ്കിൽ എന്താ, ഇൻഫർമേഷൻ കണ്ടിന്യൂസ്ലി വാരിങ് സിഗ്നൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെ. ഡിജിറ്റൽ ആണെങ്കിലോ ഡിസ്ക്രീറ്റ് ബൈനറി വാല്യൂസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബൈനറി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് ബെസ്റ്റ് ആരാ, ഡിജിറ്റൽ ആണ് അല്ലെ. അടുത്തത് എന്താണ്, ഹൗ ഡസ് സിൻക്രണസ് ട്രാൻസ്മിഷൻ ഡിഫർ ഫ്രം അസിൻക്രണസ് ട്രാൻസ്മിഷൻ, ഗിവ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫോർ ഈച്ച്. അസിൻക്രണസ് ട്രാൻസ്മിഷൻ എന്താണ്, ഡാറ്റ ഇസ് സെൻഡ് 1 ക്യാരക്ടർ ഓർ ബൈറ്റ് അറ്റ് എ ടൈം ആയിട്ടായിരിക്കും അല്ലെ പോവാ. സിൻക്രണസ് ആണെങ്കിലോ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബിറ്റ്സ് ഗ്രൂപ്പ്ഡ് ഇൻ ടു ബ്ലോക്ക് അല്ലെങ്കിൽ ഫ്രെയിംസ് ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. അക്കാര്യമാണ് പറയേണ്ടത്. ഇനി അടുത്തത് മോഡുലേഷൻ ആൻഡ് എൻകോഡിംഗ് എന്നാണ് ചോദിച്ചത്. ഡിഫൈൻ മോഡുലേഷൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ, ഗിവ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്, വേവ് വാരിഡ് അക്കോർഡിംഗ് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഇൻഫോർമേഷൻ അല്ലെ. ആംപ്ലിറ്റ്യൂഡ് ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് വാരി ചെയ്യുന്നുണ്ടായിരിക്കും. ഫ്രീക്വൻസി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. എന്നാൽ ഫ്രീക്വൻസി മോഡുലേഷനിൽ വരുമ്പോഴെന്താ, ഫ്രീക്വൻസി വാരി ചെയ്യുന്നുണ്ടാവും, ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി എന്താണ് ഡിസ്കസ് FSK ആൻഡ് PSK, കമ്പയർ ASK, FSK ആൻഡ് PSK ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്. FSK എന്താണ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആണ് അല്ലെ. ഫ്രീക്വൻസി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും സിഗ്നലിന്റെ. ഡിജിറ്റൽ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് ഫ്രീക്വൻസി എന്താണ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇനി PSK എന്ന് പറഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ് അല്ലെ. ഫേസ് എന്താണ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ASK എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അല്ലെ. അതാണ് എഴുതേണ്ടത്. അടുത്തത് എന്താണ്, ഡിസ്ക്രൈബ് ദ TCP/IP റെഫറൻസ് മോഡൽ, എക്സ്പ്ലെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് ലെയർ ആൻഡ് മെൻഷൻ 2 പ്രോട്ടോകോൾസ് പെർ ലെയർ. TCP/IP എന്താ പ്രധാനമായിട്ട് 4 ലെയേഴ്സാണ് വരുന്നത്. ആപ്ലിക്കേഷൻ, ട്രാൻസ്പോർട്ട് ലെയർ, ഇന്റർനെറ്റ് ലെയർ, നെറ്റ്വർക്ക് ലെയർ ആണ് അല്ലെ. അതിൽ ആപ്ലിക്കേഷൻ ലെയറിൽ നമ്മൾ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യും. ട്രാൻസ്പോർട്ട് ലെയറിലാണ് TCP/UDP പഠിക്കുന്നില്ലേ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് ലെയറിലാണെങ്കിലോ IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, ICMP വരുന്നുണ്ട്. പിന്നെ നെറ്റ്വർക്ക് ലെയറിൽ ഈതർനെറ്റ് മെയിൻ ആയിട്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് എക്സ്പ്ലെയിൻ ദ OSI റെഫറൻസ് മോഡൽ, ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഓഫ് ദ 7 ലെയേഴ്സ്. TCP/IP 4 ആണെങ്കിൽ OSI പ്രധാനമായിട്ടും 7 വരുന്നുണ്ട്. സെഷൻ ലെയറും പ്രസന്റേഷൻ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയർ ഒക്കെ വരുന്നുണ്ട് അല്ലെ എക്സ്ട്രാ ആയിട്ട്. ഇനി ആപ്ലിക്കേഷൻ ലെയറിന് ചോദിച്ചതാണ് വാട്ട് ഈസ് SNMP, ഡിസ്കസ് ഇറ്റ്സ് ഫംഗ്ഷൻ ഫോർ നെറ്റ്വർക്ക് മാനേജ്മെന്റ്. പിന്നെന്താണ് എക്സ്പ്ലെയിൻ POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആൻഡ് IMAP, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് IMAP ഓവർ POP. SNMP എന്താണ്, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും, മാനേജ് ചെയ്യും നെറ്റ്വർക്ക് ഡിവൈസസിന്. TCP/IP നെറ്റ്വർക്കിൽ വരുന്ന നെറ്റ്വർക്ക് ഡിവൈസസിനെ മോണിറ്റർ ചെയ്യും, മാനേജ് ചെയ്യും, കൺട്രോൾ ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് SNMP ചെയ്യുന്നത്. ഇനി പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്താ ചെയ്യുന്നത്, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആയാലും IMAP ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ ആയാലും ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. നമ്മുടെ ഇമെയിൽ മെസ്സേജിന് മെയിൽ സെർവറിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി എന്താണ് പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലേൺവൈസ് 2 പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് നോക്കാം.
ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ മോഡുലേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് FDM, ഗിവ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് RP വിത്ത് ഡയഗ്രാം, വാട്ട് ആർ ദ സപ്ലയേഴ്സ് ഓഫ് ഡേറ്റ ലിങ്ക് ലെയർ. ഡേറ്റ ലിങ്ക് ലെയർ നമ്മുടെ OSI ആർക്കിടെക്ചറിൽ വരുന്നതാണ്. അതിന്റെ സപ്ലയേഴ്സ് വരുന്ന ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ഉണ്ട്, മീഡിയ ആക്സസ് കൺട്രോൾ ഉണ്ട് അല്ലെ. എക്സ്പ്ലെയിൻ ഈച്ച് ആണ് പറയുന്നത്. വാട്ട് ഈസ് ഹൈറാർക്കിക്കൽ റൂട്ടിംഗ്. ലാർജ് നെറ്റ്വർക്ക് എന്ത് ചെയ്യും, സ്മോളർ റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ TCP UDP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, രണ്ടും ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്ന പ്രോട്ടോകോൾസ് ആണ്. TCP എന്താണ്, കണക്ഷൻ ഓറിയന്റഡും റിലയബിളും ആണ്. മറ്റേത് കണക്ഷൻ ഓറിയന്റഡ് അല്ല അല്ലെ. പിന്നെന്താണ് പറയുന്നത്, വാട്ട് ഈസ് എ സ്ട്രീം സിഫർ, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗിവ് 2 അഡ്വാൻറ്റേജസ് ആൻഡ് 2 ഡിസഡ്വാൻറ്റേജസ്, കമ്പയർ BOOTP ആൻഡ് DHCP, കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അടുത്തത് എന്താണ്, ഡേറ്റ സ്ട്രീം. CRC പെർഫോം ചെയ്യാണ് വേണ്ടത്. ഇതിൽ CRCന്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് അറിയാം. എന്തായാലും CRC ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ CRC നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യുക. മാത്രമല്ല എന്താ ചെയ്യേണ്ടത്, സ്റ്റെപ്സ് എല്ലാം ഷോ ചെയ്യാൻ നമ്മുടെ ഈ ഒരു CRCയിൽ വരുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ 3-way ഹാൻഡ് ഷേക്കിംഗ് ഇൻ TCP വിത്ത് എ ഡയഗ്രാം ഷോയിങ് ബോത്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ടെർമിനേഷൻ. 3-way ഹാൻഡ് ഷേക്കിംഗ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് വീതം 20 മാർക്കാണ്. ഇനി വാട്ട് ഈസ് ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ്, നമ്മൾ പറഞ്ഞതാണ് IPv4 യൂസ് ചെയ്യുന്നതാണ്. ഹൗ ഇറ്റ് ഈസ് ഡിഫർ ഫ്രം ക്ലാസസ് അഡ്രസ്സിംഗ് ഗിവൺ ദ നെറ്റ്വർക്ക് അഡ്രസ്. ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക ക്ലാസ് ഏതാ, ബ്ലോക്ക് ഏതാ, റേഞ്ച് ഏതാണ്. ഫസ്റ്റ് 200 വെച്ചിട്ട് ആ ഒരു ഒക്ടറ്റ് വെച്ചിട്ടാണ് ക്ലാസ് ഏതാ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവുക. എക്സ്പ്ലെയിൻ ദ RSA അൽഗോരിതം, ഓൾറെഡി അറിയുന്നതാണ്. നമുക്ക് Pയും Qയും തന്നിട്ടുണ്ട്, 5ഉം 7ഉം. അത് വെച്ചിട്ട് പ്രൈവറ്റ് കീയും പബ്ലിക് കീയും കമ്പ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. 20 മാർക്കാണ് ടോട്ടല്. അടുത്തത് എക്സ്പ്ലെയിൻ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ്, ഓൾറെഡി പറഞ്ഞതാണ്. വിത്ത് എ സബ്നെറ്റ് എക്സാമ്പിൾ. ഡിസ്കസ് ദ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം, ഓൾറെഡി പറഞ്ഞു. അതിന്റെ സൊല്യൂഷൻസും പറഞ്ഞിട്ടുണ്ട്, സെൻഡർ സൈഡ് റിസീവർ സൈഡ്. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് ഡിവൈസസ്, ഹബ്, ബ്രിഡ്ജ്, സ്വിച്ച്, ഗേറ്റ്വേ ആൻഡ് മോഡം. ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിക്കണം. അത് ഈ ഒരു ക്വസ്റ്റ്യൻ എത്രയാണ്, 2 കൂടി 20 മാർക്കാണ്. ഓരോന്നിനും 10 വെച്ചിട്ടാണ്. അടുത്തത് എന്താണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ MD5, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സില്ലി വിൻഡോ സിൻഡ്രോം പറഞ്ഞിട്ടുണ്ട്. ATM സർവീസ് പറഞ്ഞിട്ട്, ഗോ ബാക്ക് പ്രോട്ടോകോളും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് സർപ്രൈസ് കീ റെഡി പേപ്പർ പ്രാക്ടീസ് സെറ്റ് B ആണ്. 3 hours ആണ് ടോട്ടൽ ടൈം. 5 എണ്ണാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓരോന്നിനും 20 മാർക്ക് വെച്ചിട്ടാണ്. ഹൗ ഡസ് സിങ്ക്രണസ് ട്രാൻസ്മിഷൻ ഡിഫർ ഫ്രം അസിങ്ക്രണസ് ട്രാൻസ്മിഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ PSK എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഫേസിൻ്റെതാണ് അല്ലെ. വാട്ട് ഈസ് പ്രോബ്ലം വിത്ത് PSK. പിന്നെന്താണ്, കമ്പയർ സർക്യൂട്ട് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ICMP പറഞ്ഞതാണ്. അടുത്തത് എന്താണ്, ഗിവ് 2 എക്സാമ്പിൾ ഈച്ച് ഓഫ് എറർ റിപ്പോർട്ടിംഗ് ആൻഡ് കൊറി മെസ്സേജസ്. 2 ടൈപ്പ് മെസ്സേജസ് ഉണ്ട്, അത് പറഞ്ഞാണ്. പിന്നെന്താണ്, എക്സ്പ്ലെയിൻ ക്വാളിറ്റി ഓഫ് സർവീസ് ഇൻ നെറ്റ്വർക്ക് ആൻഡ് മെൻഷൻ 2 ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ്. പിന്നെന്താണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ ക്രിപ്റ്റോഗ്രഫി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് പ്യുവർ അലോഹ പറഞ്ഞതാണ്. ഹൗ ഡസ് സ്ലോട്ടൽ അലോഹ ഇംപ്രൂവ് ത്രൂപുട്ട്. ഡിഫറെന്റ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ കൊടുക്കും അല്ലെ ഓരോ ഫ്രെയിമിനും. അങ്ങനെ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗേറ്റ്വേസ്. ഗേറ്റ്വേ എന്താണെന്ന് നമുക്കറിയാം. ടോട്ടൽ 40 മാർക്കാണ്. എക്സ്പ്ലെയിൻ അഗെയിൻ CRC ചോദിച്ചിട്ടുണ്ട്. CRC വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒഴിവാക്കാനേ പാടില്ല. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എന്താണെന്നുണ്ട്, ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗും വരുന്നുണ്ട്. ഡിസ്ക്രൈബ് TCP/IP മോഡൽ, 4 ലെയർ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ലെയർ ആൻഡ് നെയിം 2 പ്രോട്ടോകോൾസ് പെർ ലെയർ. ഓരോന്നിലും വരുന്ന പ്രോട്ടോകോളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ X.25 ആർക്കിടെക്ചർ വിത്ത് എ ഡയഗ്രാം, ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇനി എന്താണ്, ഹൗ ഡസ് ഫ്രെയിം റിലേ ഡിഫർ ഫ്രം X.25. X.25 ഫ്രെയിം റിലേയും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ എഴുതുകയാണ് വേണ്ടത്. എക്സ്പ്ലെയിൻ ദ MD5 അൽഗോരിതം, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗോ ബാക്ക് ആൻഡ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ ഓൾറെഡി പറഞ്ഞതാണ്. സെലക്ടീവ് റിപ്പീറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ലീക്കി ബക്കറ്റ് ആണ് ടോക്കൺ ബക്കറ്റ് അൽഗോരിതം. എന്താണ്, നമ്മുടെ ട്രാഫിക് ഷേപ്പിങ്ങിനും കൺജഷൻ കൺട്രോളിനും വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ്. IPv4, IPv6 ഓൾറെഡി പറഞ്ഞു. പിന്നെന്താണ്, CDMA/CD, IGMP അറിയാലോ. എന്താ CSMA/CD, എന്താണ് CSMA/CD?
കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ. എന്താ മീഡിയം ആക്സസ് പ്രോട്ടോകോൾസ് ആണ് അല്ലെ. അലോഹ, പ്യുർ അലോഹ ഒക്കെ പോലെ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ ആണ്. IGMP നമ്മൾ പറഞ്ഞാണ് ഇന്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ്. മൾട്ടികാസ്റ്റ് ഗ്രൂപ്പിനെ മാനേജ് ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് ആൻസർ റൈറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഒരു 2-3 സെന്റൻസിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കീ കോൺസെപ്റ്റ് മാത്രം പറയാം. പിന്നെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ബോഡിയിലാണ് വരേണ്ടത്. ഒരു 4 മുതൽ 6 സെന്റൻസ് വരെ കൊടുക്കാം. അത് SLMൽ വരുന്ന ടെർമിനോളജീസ് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. കൺക്ലൂഷൻ എപ്പോഴും ഒരു 2-3 സെന്റൻസിൽ കൺക്ലൂഷൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാണ് വേണ്ടത്. ഫോർ 20 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ സെയിം 500 മുതൽ 600 വേർഡ്സ് ആണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആര്, എങ്ങനെ, എന്ത് എന്നുള്ളത്, ആര്, എപ്പോ, എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ടായിരിക്കണം. കോർ കോമ്പോണൻസും SLM ടെർമിനോളജീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഡിസ്കസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് റിയൽ ടൈം ആയിട്ട് വരുന്നത് കൊടുത്താൽ അത്രയും നല്ലത്. ലിമിറ്റേഷൻസ് പറയാ. മോഡേൺ പ്രാക്ടീസസ് കൊടുക്കാൻ വേണ്ടി നോക്കുക. തിയറി ബേസ്ഡ് ആയിട്ട് essay മാതിരി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡിസ്കസിൽ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആയിരിക്കണം. അങ്ങനെ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് പറയണ്ട. പ്രോസ് കോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ബാലൻസ്ഡ് ആയിട്ട് പോവാ. എക്സ്പ്ലെയിനാ ചോദിച്ചെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അതാണ് എക്സ്പ്ലെയിനും ഡിസ്കസും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ആദ്യത്തെ 5 മിനിറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക. എല്ലാത്തിനെ പറ്റിയും ഒരു ഐഡിയ ഉണ്ടാക്കുക. 30 മിനിറ്റ് എന്താണ് ഓരോ ക്വസ്റ്റ്യനും കൊടുത്തിട്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി നോക്കുക. അത് നമ്മുടെ എന്താണ് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ആ ഫോമാറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം. പിന്നത്തെ 6 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഓരോ ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം അത് നോക്കിയിട്ട് ഏതെങ്കിലും വാല്യൂസ് മിസ്സായിട്ടുണ്ടോ, എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനുണ്ടോ നോക്കിയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യുക. ലാസ്റ്റത്തെ 15 മിനിറ്റ് എഴുതിയ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കാനുള്ള ടൈമാണ്. നോക്കിയിട്ട് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതുകൂടി ആഡപ്പ് ചെയ്ത് പോവാ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആണ്. എപ്പോഴും ക്വാളിറ്റി ഉള്ള ഒരു സാധനം, അത് കുറവാണെങ്കിലും പ്രശ്നമില്ല. ഒരു ക്വാളിറ്റിയും ഇല്ലാതെ ഒരുപാട് എഴുതി വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള 400 വേർഡ്സ് എഴുതിയ പേപ്പറും നിറച്ചും വാരി വലിച്ചിട്ട് 800 വേർഡ്സ് എഴുതിയ പേപ്പറും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 400 എഴുതിയ ആൾക്കാണ് മാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ടാവുക. ഇനി എന്താണ് നിങ്ങൾക്ക് ലേൺവൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ നമ്മുടെ പ്രാക്ടീസ് സെറ്റ് എക്കും ബിക്കും ഉള്ള ഒരു കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ തരുന്നുണ്ടായിരിക്കും. മാത്രമല്ല എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റും അതിന്റെ ബ്ലൂ പ്രിന്റ്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പേഴ്സണലൈസ്ഡ് ഗൈഡൻസ്, എക്സാമിന് എങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് അപ്പിയർ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് വിളിക്കോ മെസ്സേജ് ചെയ്യോ ചെയ്യാണ് വേണ്ടത്. ലേൺവൈസിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ ഇപ്പൊ കൊടുത്ത 2 പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, സെറ്റ് എയും സെറ്റ് ബിയും. അതിന്റെ ഡീറ്റെയിൽഡ് എങ്ങനെ അതിനെ ആൻസർ ചെയ്യണമെന്നുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ ഗൈഡ് ബുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബുക്ക്ലെറ്റ്, ആൻസർ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ്, മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. പിന്നെന്താണ് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ വൃത്തിയായിട്ട് ആൻസർ ചെയ്ത് സ്കോർ ചെയ്യാമെന്നുള്ള ഗൈഡൻസ് തരുന്നുണ്ടാവും. മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് എടുത്തൊരു മെന്റർ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എപ്പോൾ വേണേലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെന്റേഴ്സിനെ കണക്ട് ചെയ്ത് ആ ഡൗട്ട് ക്ലിയർ ആക്കിയിട്ട് കോൺഫിഡന്റ് ആയിട്ട് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്, അതിലായിരിക്കും എല്ലാ ക്ലാസ്സസും കാര്യങ്ങളും വരുന്നുണ്ടായിരിക്കും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് ആയി കഴിഞ്ഞാലും ക്ലാസ്സസ് ആയി കഴിഞ്ഞാലും ലൈവ് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യുവാണ് വേണ്ടത്. ഇതാണ് അവരുടെ നമ്പർ വരുന്നത്. ഇതിലോട്ടേക്ക് ഒന്നിക്കൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടീം ഉണ്ടായിരിക്കും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു എക്സാം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.